റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം വീട്ടിൽ പോയപ്പോൾ മക്കള് പറഞ്ഞു, വാപ്പ എങ്ങോട്ടെങ്കിലും ഒന്ന് കൊണ്ടുപോകും, നിങ്ങളിങ്ങനെ വാദം പറഞ്ഞ് നടക്കല്ലേ. അപ്പൊ ചുമ്മാതെ മക്കളെയും കൊണ്ട് തിരുവനന്തപുരത്ത് ലുലു മാള് കാണാൻ പോയതാ. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ ഞാൻ ഇങ്ങ് തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴിയിൽ റോഡിൽ വലിയ ബ്ലോക്ക്. അപ്പൊ ഈ തലയിൽ തുണിയിട്ട മഫ്തയൊക്കെ ഇട്ട പെൺകുട്ടികളും ആണുങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ എന്റെ ഭാര്യ ചോദിച്ചു, എന്താ അപ്പൊ വഴുതും എല്ലാം കഴിഞ്ഞിട്ട് പോവാണോ എന്ന്? ആൾക്കാരല്ല, അതൊന്നല്ല, 3 സിനിമാ ടിക്കറ്റ് ഉണ്ട്. പടം ആടുജീവിതം കണ്ടിട്ട് ഇറങ്ങി പോവാ പലരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നെ കണ്ടപ്പോ ഉസ്താദ് എന്ന് പറഞ്ഞ് എന്നെ ബഹുമാനിച്ചവരുണ്ട്. അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. എവിടുന്ന്? സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോ. ഇതാണ് നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ. പെരുന്നാളങ്ങട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് 5 വഖത്ത് ഫർളും സുന്നത്തും തറാവീഹും തസ്ബീഹും തഹജ്ജുദും ദുഹായും ഒക്കെ നിസ്കരിച്ചവൻ ഊട്ടിയിലായിരുന്നു. എല്ലാം അവിടെ പോയി കറങ്ങി, എല്ലാം പോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്ത് നിസ്കാരമില്ലേ, എന്ത് നന്മകൾ! എടോ, നിന്നെ റമളാൻ അള്ളാഹു സ്വീകരിച്ചോ എന്നറിയാനുള്ള അടയാളം ആ റമളാനിൽ ചെയ്ത അമലിന്റെ ഒരു 4-1 ഇപ്പോ ഉണ്ടോ എന്ന് നീ നോക്കിക്കേ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ പറഞ്ഞെന്തെന്നറിയോ? നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നീ തന്നെ പറയും, ഞാൻ മരിക്കുന്നത് വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. ഞാൻ മരിക്കുന്നതൊരു കാഫിറായിട്ടാ, ഈമാനില്ലാതെയാ ഞാൻ മരിക്കുന്നതെന്ന് നമ്മുടെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞിട്ട് മരിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹിനെ ധിക്കരിച്ച് നടക്കുന്ന മനുഷ്യൻ, അള്ളാഹുവെ അഹങ്കാരികളെ പോലെ ധിക്കാരികളെ പോലെ നടക്കുന്നവൻ, അവൻ തന്നെ അവന്റെ നാവ് കൊണ്ട് പറയും, ഞാൻ ഈമാനില്ലാതെയാ മരിക്കുന്നേ. അവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം, മുഖം കറുക്കും, കണ്ണ് തെള്ളും. മുഖം കറുത്തിട്ടുണ്ടാകും, കണ്ണ് തെള്ളിയിട്ടുണ്ടാകും. എന്റെ പ്രിയപ്പെട്ടവരെ, മുഖം കണ്ടാൽ വല്ലാത്ത ഭയം. മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിച്ചു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഈ ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരുന്ന 1-ാമത്തെ സമയം അത് മരണത്തിന്റെ സമയമാണ്. അസ്റായിൽ കടന്നു വരുമ്പോ, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരുമ്പോ, ജീവിതത്തിൽ ഇന്ന് വരെ യാചിക്കാത്ത സമ്പന്നനായ സഹോദരാ, ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളുടെ മുമ്പിൽ കൈനീട്ടാത്തവര്, ഇന്ന് വരെ ഒരാളുടെ മുമ്പിൽ യാചിക്കാത്തവന്, സമയത്തിന്റെ വിലയറിയാതെ നടന്ന ഉപ്പാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നീ യാചിക്കുന്ന 1-ാമത്തെ സമയം, നീ യാചിക്കുന്ന 1-ാമത്തെ സമയം, വഅൻഫികൂ മിമ്മാ റസഖനാകും. ഖതീബ് ഓതിയല്ലോ, എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഉസ്താദ് അവറുകൾ ഓതിയ ആയത്താണ്. വഅൻഫികൂ മിമ്മാ റസഖനാകും മിൻ ഖബലി അയ്യതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അല്ലാഹുവിനോട് യാചിക്കുകയാ, ഒരൽപ സമയം താ അല്ലാഹ്, എനിക്കൊരൽപ സമയം വേണം പടച്ചവര്, എനിക്കൊരൽപ സമയം വേണം പടച്ചവര്. അല്ലാഹുവിന്റെ മുമ്പിൽ കടന്ന് യാചിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അല്ലാഹ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. അല്ലാഹുവിനോട് പറയുന്ന പടച്ചവനെ, എനിക്കൊരു സെക്കൻഡ് താ അല്ലാഹ്, ഒരു സെക്കൻഡ് താ അല്ലാഹ്. എന്തിനാ സെക്കൻഡ് ചോദിക്കുന്നത്? പടച്ചവനെ, എനിക്ക് നന്മ ചെയ്യണം തമ്പുരാന്. അല്ല, എനിക്ക് സദഖ കൊടുക്കണം തമ്പുരാന്, എനിക്ക് സദഖ കൊടുക്കണം തമ്പുരാന്. ആർക്കും കൊടുക്കാതെ കോടികൾ ആസ്തിയുള്ളവനായിരുന്നു, ഇന്ന് വരെ ഒരു മനുഷ്യനും കൊടുക്കാതെ സമ്പാദ്യം കൂട്ടിവെച്ചിരിക്കുകയാണ്. ഒരുപാട് സമ്പത്തുള്ളവനായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ പോകുമ്പോ കൊണ്ടുപോകുമെന്ന്. ഇപ്പോഴാണ് മനസ്സിലായത്, ഒന്നും കൊണ്ടുപോകും
പോകില്ലെന്ന്. അതുകൊണ്ട് അല്ലാ, എന്റെ ചാരത്ത് കിടക്കുന്ന എന്റെ ഭാര്യയോടൊന്ന് പറയാരാ, പെണ്ണേ, ഞാൻ മരിച്ചാൽ എന്തെങ്കിലും ഒന്ന് പള്ളിക്ക് കൊടുക്കണേ എന്ന് പറയാറ്. എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരല്പമെങ്കിലും പള്ളിക്ക് കൊടുക്കണേ എന്ന് പറയാറ്, പാവങ്ങൾക്ക് കൊടുക്കണേ എന്ന് പറയാറ്, അള്ളാന്റെ ദീനിന് കൊടുക്കണേ എന്നൊന്ന് പറയാറ്. ഒരു സെക്കൻഡ് എനിക്ക് താല്ലാ, തരില്ല വാപ്പാ, അല്ല നിനക്ക് തരില്ല. ചെറുപ്പക്കാരാ, പെങ്ങളെ എത്ര കടന്ന് തെണ്ടിയാലും നാണം കെടും പെണ്ണ്, യാചിച്ചിട്ട് നാണം കെട്ട് നിന്ദനായി നിസാരനായി മരിക്കേണ്ടി വരുമെന്ന് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. ഒരു സെക്കൻഡ് പോലും അള്ളാഹു എനിക്കും തരൂല, നിങ്ങൾക്കും തരൂല. മരണമുറപ്പിച്ചിരിക്കുന്ന സമയത്ത് ഒരു നിമിഷം പോലും തെറ്റാതെ കരുണയില്ലാത്ത അസ്റായീൽ നമ്മുടെ റൂഹ് പിടിച്ചു കൊണ്ടുപോകുമെന്ന് ചരിത്രം പറയുമ്പോ എന്നിട്ട് പറയുന്നു, അല്ലാഹ് വഅകും മിനസ് സ്വാലിഹീൻ, എനിക്ക് നിസ്കരിക്കണമല്ലോ, എനിക്ക് നന്മകൾ ചെയ്യണമല്ലോ. എനിക്കിപ്പോഴാ മനസ്സിലായത്, ഒരു ചാൻസ് താ അല്ലാ, ഒരു ചാൻസ് താ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് യാചിക്കുമെന്ന് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ വഅദ കേൾക്കാമെന്നവരോട് പറയുകയാ, ഉസ്താദേ നല്ല മരണം വേണമെന്ന് ചുമ്മാതെ ചോദിച്ചാ റബ്ബ് തരൂല. അത് വെറുതെ കിട്ടുന്ന ഒരു കാര്യമല്ല. നല്ല മരണം വെറുതെ കിട്ടില്ലടോ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്സിറൂ ബിൽ ജന്നാ. അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാ. അത് വീട്ടിലാകട്ടെ, നട റോഡിലാകട്ടെ, നീ എവിടെ കടന്നു മരിച്ചാലും അള്ളാന്റെ മലക്കുകൾ നിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് അവര് ചോദിക്കുകയാ, എന്തിനാ കരയുന്നത്? എന്തിനാടാ സിറാജ് നീ കടന്ന് കരയുന്നത്? എന്തിനാണ്? എന്തിനാ നീ പേടിക്കുന്നത്? എന്തിനാ നീ വിഷമിക്കുന്നത്? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. മലക്കുകളെ നമ്മളെ സമാധാനിപ്പിക്കുകയാ. കരയരുത്, ടെൻഷൻ അടിക്കരുത്, പേടിക്കരുത്. അല്ലാഹു നിന്നെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അല്ല നിന്നെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അല്ല നിന്നോട് കോപത്തിലല്ല. നോക്ക്, ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. മലക്കുകളെ നിരന്നു നിൽക്കുകയാണ്. ഇത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുവസ്ത്രമാണ്. എന്തിനാ നിന്റെ റൂഹ് പൊതിയാറ്? എന്തിനാ നിന്റെ റൂഹ് പൊതിയാറ്? ഇതിന്റെ സുഗന്ധം കണ്ടോ? ഇത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന തുണിയാണ്. ആ സുഗന്ധമാ സഹോദരാ അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്ന കാണണോ, ചെയ്ത നന്മയുടെ പ്രതിഫലം കാണണോ? വഅബ്സിറൂ ബിൽ ജന്നാ. സ്വർഗ്ഗം ഇങ്ങനെ കാണിച്ചു തരും ബാപ്പാ, സ്വർഗ്ഗം ഇങ്ങനെ കാണിച്ചു തരും ബാപ്പാ. ഇങ്ങനെയുള്ള ഒരു മരണമാണ് അല്ല തരുമെന്ന് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് പടച്ചവര്, ഇന്ന് ജീവിതത്തിന്റെ അവസാനത്തെ രാത്രിയാണോ എന്ന് നമുക്കറിയില്ലടോ. എത്രയെത്രയോ മരണം കണ്ടവരാണ്. പടച്ചവനെ, രോഗമില്ലാത്തവന് വീണ് മരിച്ചു പോകുന്ന കാലമാണ്. ആക്സിഡന്റിലൂടെ മരണപ്പെടുകയാണ്. എത്രയോ മരണങ്ങൾ നമ്മൾ കാണുന്നവരാണ്. അതുകൊണ്ട് പടച്ചവര്, എന്തിനാണ് സഹോദരാ ഇവിടുന്ന് കിലോമീറ്റർ പോകണം പള്ളിയിൽ പോകാറ്? ഉസ്താദിന്റെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലായത്, സംഘാടകർ പറയുന്നത് വെച്ച് മനസ്സിലാക്കുമ്പോ അത്യാവശ്യം ഒരു പള്ളി വേണം ഈ നാട്ടില്. ഈ നാട്ടിൽ അത്യാവശ്യമാണ്, ഒരു പള്ളി അത്യാവശ്യമാണ്. പടച്ചവനെ, അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അഭിനയിക്കേണ്ടവർക്ക് അഭിനയിക്കാം, കണ്ണടച്ചിരിക്കുന്നവർക്ക് കണ്ണടച്ചിരിക്കാം. ഒന്ന് നീ ഓർത്തു വെച്ചോ, ഇത് ജീവിതത്തിന്റെ അവസാനത്തെ രാത്രിയാണെങ്കിൽ നിനക്ക് അല്ലാഹു തരുന്ന ഒരു ചാൻസാ.
ഉള്ളതിൽ പങ്കു കൊടുത്തോ, ഉള്ളതിൽ പങ്കു കൊടുത്തോ. ഖേദിക്കേണ്ടി വരില്ല, യാചിക്കേണ്ടി വരില്ല. മരണം വരുന്നതിന് മുമ്പ് ഒരു നന്മ ചെയ്യുന്നത് നല്ലതാ. അതുകൊണ്ട് സംഘാടകരുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. എന്തിനാ? ആരുടെ മുമ്പിലും വലിയവനാകാനല്ലോ, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു പള്ളി പണിയാനാ സഹോദരാ. ഉള്ളതിൽ പങ്കു കൊടുത്തോ. നിബിധങ്ങളാണ് പറയുന്നത്, അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ പറഞ്ഞത്. അപകടങ്ങളെ തട്ടിമാറ്റുമെന്ന്, ദുരന്തങ്ങളെ തട്ടിമാറ്റുമെന്ന്. എന്റെ പ്രിയപ്പെട്ടവര്, മാരകമായ രോഗങ്ങളെ തൊട്ട് നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് സദഖയ്ക്ക് പവറുണ്ട് സഹോദരാ. അതുമാത്രമല്ല, ദുർമരണങ്ങളെ തൊട്ട് സദഖ നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഈമാനില്ലാത്ത മരണമുണ്ടല്ലോ, ഈമാനില്ലാത്ത മരണമുണ്ടല്ലോ. ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് സദഖ കൊടുക്കല്. അതുകൊണ്ട് അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന പള്ളിക്ക് വേണ്ടിയാ, നഷ്ടമില്ല. അത് ജാരിയായ സദഖയാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുത്തോ, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുത്തു. അൽഹംദുലില്ലാഹ്. എന്താണോ നിനക്ക് നിയ്യത്ത് ചെയ്യേണ്ടത്, അല്ലാഹുവിനോട് പറയണമല്ലാ. കൈകാലുകൾ മുറിച്ചു മാറ്റല്ലേ അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ. ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, കിഡ്നി രോഗം പോലെ, ലിവർ രോഗം പോലെ മാരകമായ രോഗങ്ങളെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാ. പെങ്ങളെ, പൊന്നുമോളെ, സദഖ കൊടുത്തോ പെങ്ങളെ. അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുത്തോ. എപ്പോഴെന്താണ് സംഭവിക്കുന്നതെന്നറിയില്ല. പടച്ചവനെ, വഅദിന് വരുന്നതിന് മുമ്പ് ഞാനൊരു സഹോദരന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. സത്യം പറഞ്ഞാൽ ചിരിക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ വല്ലാത്ത വേദനയാണ്. കാണാൻ നല്ല സുന്ദരിയായ ഒരു സഹോദരി. പടച്ചവനെ, ഉസ്താദേ ദുആ ചെയ്യണേ. വല്ലാത്ത വേദനയാണ്. ആ സഹോദരിയുടെ വിരലുകൾ ഓരോന്നും മുറിക്കുകയാണ്. എന്തോ ഒരു രോഗം അല്ലാഹു കൊടുത്തിട്ട് സങ്കടം വന്നടോ. കൈയുടെ ഓരോ വിരലുകളും രക്തം ഇങ്ങനെ വറ്റി വറ്റി കറുക്കുകയാണ്. ആ സഹോദരിയുടെ ഒരു വിരൽ മുറിച്ചു. ശരീരത്തിലെ ഓരോ വിരലുകൾ മുറിക്കുന്ന ഒരു രോഗം കൈയുടെ മുട്ടിൽ ഇങ്ങനെ വളരുകയാണ്, തലയിൽ വളരുകയാണ്. വല്ലാത്ത വേദനയാണ്. അല്ലാഹുവേ, ആ പൊന്നു പെങ്ങൾക്ക് ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തോട് കരുണ കാണിക്കണേ അല്ലാ. ഇതുപോലെ നൂറുകണക്കിന് രോഗങ്ങളെ കാണുന്നവരാ, രോഗികളെ കാണുന്നവരാ. അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടോ, ഞാൻ കൊടുക്കുന്ന ഈ സദഖ കൊടുത്ത് ഞാൻ ചികിത്സിക്കുകയാണ്. ഈ സദഖ കൊടുത്ത് ഞാൻ ചികിത്സിക്കുകയാണ്. എന്റെ രോഗത്തെ നീ കരിച്ചു കളയണേ അല്ലാ. ഒരു പനിയാക്കി മാറ്റണേ അല്ലാ. ഒരു നിയ്യത്തോടെ ഒരു സദഖ എടുക്കൂ റബ്ബേ. മനസ്സ് കൊടുക്കണേ അല്ലാ, മനസ്സ് കൊടുക്കണേ അല്ലാ. സംഘാടകർ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. എല്ലാവരും അൽഹംദുലില്ലാഹ് അവരവരുടെ കയ്യിലുള്ളതിൽ ഒരു നല്ല സദഖ. എന്തിന്? അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു പള്ളിക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്ക്. അല്ലാഹു നമ്മളെ മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബറക്കത്ത് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ് നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണാനും അല്ലാഹു അവിടുത്തെ റൗള സിയാറത്ത് ചെയ്യാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബക്കറ്റുമായിട്ട് പോകുന്നവർക്ക് ഭയങ്കര സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നു.
ചങ്ങായിമാരൊന്ന് പതുക്കെ പോടാ ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോ ഒന്ന്, അള്ളാഹുവിനെ മറന്നു നടക്കുന്ന ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഖേദിക്കേണ്ടി വരുന്ന ഒന്നാമത്തെ സമയം അവന്റെ മരണത്തിന്റെ സമയമാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ സമയം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്ന രണ്ടാമത്തെ സമയം എപ്പോഴെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, രണ്ടാമത്തെ സമയം എപ്പോഴെന്നറിയുമോ? അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയമാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയമാണ്. നാളെ മസ്സറയിൽ ഞാനും നിങ്ങളും കടന്നു പോകുന്ന സമയമുണ്ടല്ലോ. ആ സമയത്ത് പടച്ചവനെ, അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചവർ, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് നടന്നവർ, അള്ളാഹു പറയുന്നതനുസരിച്ച് ജീവിച്ചവർ, അവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ, അള്ളാഹു അവർക്ക് കൊടുക്കുന്ന സ്ഥാനം കാണുമ്പോ, പടച്ചവരെ നഷ്ടപ്പെട്ടു പോയല്ലോ, ചെയ്യാൻ പറ്റിയില്ലല്ലോ, ചെയ്യാൻ പറ്റിയില്ലല്ലോ, പടച്ചവനെ കരയുകയാ കരയുകയാ കരയുകയാ. അവിടെ കടന്നുകൊണ്ട് പരസ്പരം ശപിക്കുകയാണ്. യാ വൈലതാ യാ ഹസ്റതാ, എന്റെ നാശമേ എന്റെ നാശമേ. പടച്ചവനെ സ്വന്തം കടന്ന് ശപിക്കുകയാണ്, സ്വന്തം കടന്ന് കരയുകയാണ്. ചെയ്യാൻ പറ്റിയില്ലല്ലോ തമ്പുരാന്, ചെയ്യാൻ പറ്റിയില്ലല്ലോ തമ്പുരാന്, എല്ലാം പാഴാക്കി കളഞ്ഞല്ലോ തമ്പുരാന് എന്ന് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നുകൊണ്ട് കരയുമെന്ന് യാചിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, ഈ വാഴ കേൾക്കാമെന്നവരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ സംഘാടകർ ബക്കറ്റുമായിട്ട് കടന്നു വന്നല്ലോ, എന്തിനാ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു പള്ളി പണിയാൻ? അതിനല്ലേ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നത്? ഒരുപാട് പ്രതിഫലം പറഞ്ഞല്ലോ, ഒരുപാട് പ്രതിഫലം പറഞ്ഞല്ലോ. അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം പറഞ്ഞു. മാരകമായ രോഗങ്ങളെ തൊട്ട് അപകടങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞു തന്നിട്ട് എന്നിട്ട് പോലും കൊടുക്കാൻ മനസ്സില്ലാതെ ഇരുന്നവരുണ്ടല്ലോ. സഹോദരാ, വെറുതെയാകില്ല ഈ കൊടുത്തത്, വെറുതെയാകില്ല ഈ കൊടുത്തത്, വെറുതെയാകില്ല. അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് സദക്ക കൊടുക്കുന്ന കാര്യം പറയുമ്പോ വല്ലാത്ത മടിയാണ്. കൊടുത്താ തീർന്നു പോകുമെന്നുള്ള ഭയമാണ്. ഇല്ല സഹോദരാ, ഒരിക്കലും കൊടുത്താ തീരുകയില്ല. ഇതുവരെ സദക്ക കൊടുത്തിട്ടൊരു മനുഷ്യനും ദാരിദ്ര്യമുണ്ടായിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഈ ബക്കറ്റിന്റെ അകത്ത് ഓരോ രൂപയിട്ടവരോട് അള്ളാഹു പറയുകയാ, ഒരിക്കലും നിനക്ക് നഷ്ടമാകില്ല. ചെറുപ്പക്കാരാ, കൊടുക്കടാ പൊന്നുമോനെ. അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ, ഉസ്താദേ നല്ല ഒരു ജോലി വേണമെന്ന് പറയുന്നവരുണ്ടല്ലോ. ചെറുപ്പക്കാരാ, മനസ്സറിഞ്ഞിട്ട് കൊടുത്തോ, അള്ളാഹു നിനക്ക് നല്ല ജോലി തരും മോനെ. വിവാഹപ്രായമെത്തിയ പെൺകുട്ടികള്, നല്ല ഒരു പുതിയ പളയ വേണോ? സൗന്ദര്യം മാത്രമുള്ളവനല്ല, അല്ലാഹുവിനെ ഭയമുള്ള ഒരുത്തനെ വേണം നിനക്ക് ഭർത്താവായി കിട്ടാൻ. 5 നേരം നിസ്കരിക്കുന്ന ഒരു ഭർത്താവിനെ നിനക്ക് വേണോ? ചെറുപ്പക്കാരാ, സ്വാലിഹത്തായ ഒരു ഭാര്യ വേണോ? കോടികൾ കിട്ടുന്നവനല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ, ലോകത്തിലെ
ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണെന്നറിയുമോ? അൽ മർഅത്തു സാലിഹാ, സാലിഹത്തായ ഒരു ഭാര്യ ലഭിക്കുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവര് ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ, ഉസ്താദേ എന്റെ ഭാര്യ നന്നാകുന്നില്ല, എന്റെ ഭാര്യയുടെ സ്വഭാവം ശരിയാകണമെന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ടല്ലോ. പെങ്ങള്, ഭർത്താവിന്റെ സ്വഭാവം നന്നാകണം ഉസ്താദ്. വീടുണ്ട്, കാറുണ്ട്, തിന്നാനുണ്ട്, ധരിക്കാനുണ്ട്, അള്ളാഹു എനിക്കെല്ലാം തന്നിട്ടുണ്ട്. പക്ഷേ എന്റെ ഭർത്താവ് മാത്രം നല്ലവനാകുന്നില്ല. സങ്കടം പറയുന്ന പെണ്ണേ, നിന്റെ ഭർത്താവ് നന്നാകണോ? നിന്റെ ഭാര്യ നന്നാകണോ? ഒരു നല്ല ജീവിതം നിനക്ക് വേണോ? ഒരു നല്ല ജീവിതം നിനക്ക് വേണോ? അള്ളാഹു പറയുകയാ, സദക്ക കൊടുക്കുന്നവർക്ക് അള്ളാഹു നല്ല ജീവിതം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.